ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എത്തും ഞാനെന്റെ പുത്തൻ വീട്ടിൽ നിത്യകാലം വാഴുവാൻ കർത്തനോടൊത്തു വാണിടുന്ന നാൾ എത്രയാനന്ദം എന്നൊരാനന്ദം. എത്തും ഞാനെന്റെ പുത്തൻ വീട്ടിൽ നിത്യകാലം വാഴുവാൻ കർത്തനോടൊത്തു വാണിടുന്ന നാൾ എത്രയാനന്ദം എന്തോരാനന്ദം.
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ സ്വാധീനിക്കുന്നതാണ്, പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ്, പിശാചിൻ്റെ പടിയിൽ നിന്ന് വിടുവിക്കുന്നതാണ്, നരകം ഒഴിവാക്കുന്നതാണ്, സ്വർഗരാജ്യത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നതാണ്. ഈ ഭൂമിയിൽ അതിമനോഹരമായി സമാധാനമുള്ള, സന്തോഷമുള്ള ദൈവത്തെ കണ്ടുകൊണ്ട്, ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാം ദൈവം തരുന്ന ഒരു ഉപാധിയാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം. ആ വചനം നമുക്കിന്നും കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിരത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വയ്പ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? പുതിയ നിയമത്തിലെ ഒരു ഭാഗമാണ്. നമ്മൾ വായിക്കുമ്പോൾ ഞെട്ടിപ്പോവും. ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കുമെന്നൊരു സംശയം ചിലപ്പോൾ തോന്നാം. പുതിയ നിയമത്തിൽ ഇവിടെ ഒരു പ്രാവശ്യമാണ് അത്ര ഗൗരവമായിട്ടത് പറഞ്ഞിരിക്കുന്നത്. ഞാനും പേടിച്ചിട്ടുണ്ട്, ഭയപ്പെട്ടിട്ടുണ്ട്. എന്താണിത് ദൈവമേ, ഇങ്ങനെയാണോ കാര്യങ്ങൾ? എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നൊരു വാക്യം? അത് വളരെ പ്രസക്തമായ കാര്യമാണ്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. രണ്ടാമത്തെ കാര്യം, നിന്റെ ഹൃദയം പിശാച് കൈവശമാക്കിയത് എന്ത്? ജീവനുള്ള ദൈവത്തോട് വ്യാജം കാണിപ്പാൻ തക്കവണ്ണം പിശാച് നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ദൈവത്തിൻ്റെ ചോദ്യം അതാണ്. ദൈവം അത്ഭുതത്തോട് ചോദിക്കുകയാണ്, നിനക്കെന്ത് സംഭവിച്ചു? നിനക്കെന്താ പറ്റിയത്? നീ മാനസാന്തരപ്പെട്ടവനല്ലേ? നീ കൂട്ടായ്മ ആഘോഷിച്ചവനല്ലേ? നീ ദൈവവചനം കേട്ടവനല്ലേ? ദൈവത്തിൻ്റെ ആ ആലോചനയും ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ കുളിർമയും ആസ്വദിച്ചവനല്ലേ? കൂട്ടായ്മ കൂടിയവനല്ലേ? ദൈവത്തെ കണ്ടവനല്ലേ? അറിഞ്ഞവനല്ലേ? പിന്നെ എന്ത് സംഭവിച്ചു? പ്രിയ സഹോദരങ്ങളെ, ദൈവം ഗൗരവത്തോടെ കാണുന്നൊരു കാര്യമാണത്. എല്ലാം കിട്ടിയിട്ടും, എല്ലാം കണ്ടിട്ടും, എല്ലാം കേട്ടിട്ടും പിന്നെയും പിശാചിൻ്റെ കൈയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവാം ദൈവത്തെ തിരിച്ചറിയാത്തൊരു വ്യക്തി, ദൈവം ആരാണെന്ന് മനസ്സിലാക്കാത്തൊരു വ്യക്തി, തൻ്റെ ചിന്തയ്ക്കകത്ത് ഒതുങ്ങുന്ന ഒരു വ്യക്തിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ പോലെ കണ്ടു. മനുഷ്യനെ പോലെയും കാണാൻ പാടില്ല, മനുഷ്യനോടും പാടില്ലാത്ത കാര്യമാണല്ലോ. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു വ്യക്തിയല്ലാതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോട് യോജിക്കാതെ ഘടകവിരുദ്ധമായി പിശാചിൻ്റെ പ്രവൃത്തിയോട് യോജിച്ചൊരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഇത്രമാത്രം ഗൗരവത്തിൽ ആത്മാവ് വ്യാപരിക്കാൻ ഇടപെടാൻ കാരണം എന്താണ്? അന്നത്തെ കാലത്ത് ജനങ്ങളെല്ലാം അവരുടെ അവരുടെ വസ്തുവകളെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചിട്ട് എല്ലാം ഒരുപോലെ കോമണായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു കാര്യമായിരുന്നു. ഇന്നതിൻ്റെ ഒന്നും കാര്യമില്ല, അന്നത്തെ കാലത്തെ ഒരു സംഭവമാണ്. അന്ന് എല്ലാവരും അങ്ങനെ ചെയ്തു കണ്ടപ്പോൾ അനന്യാസും സഫീറയ്ക്കും ഒരു ആഗ്രഹം, ഞങ്ങൾക്കും അങ്ങനെ ചെയ്യണം. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ഈ പരിശുദ്ധാത്മാവിനെതിരായ പാപത്തിൻ്റെ പിന്നിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഗൂഢമായ ആലോചനയുണ്ട്. അബദ്ധത്തിൽ വന്നുപോയ പാപമൊന്നുമല്ല, കണക്ക് കൂട്ടി കരുതിക്കൂട്ടി ചെയ്തൊരു കാര്യമാണ്. അതാണ് ദൈവം അത്രയും ദുഃഖിച്ചതിൻ്റെ കാര്യം. അവരാലോചിച്ചു. എന്താണ് ആലോചിച്ചത്? നമുക്കും വിൽക്കാം, വിറ്റിട്ട് കുറച്ചെടുത്ത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽപാദങ്ങളിൽ വെക്കാം, മുഴുവൻ സ്വത്താണെന്നുള്ള വ്യാജേന. അവിടെയാണ് പാറ്റുക. കുറച്ചെടുത്ത് മാറ്റി വെച്ചതുമല്ല വിഷയം. അപ്പോസ്തലന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ വിറ്റ തുക മുഴുവൻ ഉണ്ടെന്നുള്ള ഒരു ഭാവത്തിലാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അവിടെയാണ് ദൈവം ദുഃഖിച്ചത്. ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായിട്ട് പിശാചിൻ്റെ ആലോചന ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് കൈകാര്യം ചെയ്തു. കൂട്ടായ്മയിൽ വന്നു, എന്ത് പ്രയോജനം? വചനം കേട്ടു, എന്താ പ്രയോജനം? പിശാചകത്ത് കിടക്കുന്നത് മനസ്സിലാക്കുന്നില്ല. ഈ ആലോചന പിശാചിൻ്റെ, ഈ വ്യാജം പിശാചിൻ്റെ ആലോചനയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. നമ്മൾ വചനം കേൾക്കുന്നത് എന്തിനാ? നമ്മൾ വേദപുസ്തകം വായിക്കുന്നത് എന്തിനാ? എല്ലാം വേദപുസ്തകത്തുണ്ട്. ഒരു മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ പോകാനുള്ള എല്ലാം വേദപുസ്തകത്തുണ്ട്. രക്ഷയുടെ മാർഗം എല്ലാം വേദപുസ്തകത്തുണ്ട്. ആരും കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയേണ്ട. കൂട്ടായ്മ കൂടണമെന്ന് തന്നെ ഇല്ല. കൂട്ടായ്മ കൂടാത്തൊരു എത്രയോ ആൾക്കാരുണ്ട്. അവർക്കും വേദപുസ്തകം ഉണ്ടല്ലോ, അവർക്കും സുവിശേഷം കേൾക്കാമല്ലോ. അവരുടെ ഉള്ളിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവാത്മാവുണ്ട്, പാപത്തിൻ്റെ ആത്മാവ്. പാപത്തെ പാപമായി കാണുന്ന ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്.
പാപത്തെ ദൈവം എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതും പരിശുദ്ധാത്മാ കാണിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് വചനം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തോട് വാദിക്കുന്ന ഒരാത്മാവ്, തെറ്റിനെ തെറ്റായി തന്നെ കാണുന്ന ഒരാത്മാവ്. ഇവിടെ എന്തു പറ്റി? ഇവരുടെ വ്യാജം വന്നു. ഈ വ്യാജം പാപമാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഈ വ്യാജം പിശാചിൻ്റെ തന്നതാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. പ്രിയ സഹോദരങ്ങളെ, നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ ജ്വലിക്കാതിരിക്കാൻ നാം വളരെ ഗൗരവത്തോടെ നിൽക്കണം. സാധാരണക്കാരെങ്ങനെയും ജീവിക്കുന്നുണ്ട് ദൈവം ഒന്നും കണക്കിടുന്നില്ല. അവസാന ന്യായവിധി ദിവസങ്ങളിൽ ദൈവം അത് ചോദിച്ചോളും. പക്ഷെ ദൈവസന്നിധിയിലേക്ക് വരുന്നവർ, അവരുടെ ലാക്ക് എന്താണ്, ലക്ഷ്യം എന്താണ്? ദൈവസന്നിധിയിലേക്ക് വരുന്നവർ അവരുടെ ആത്മാവിൻ്റെ കാര്യമാണോ വിഷയം? അവരുടെ ബന്ധനം അഴിക്കണമെന്നുള്ളതാണോ വിഷയം? പാരമ്പര്യത്തിൻ്റെ ശാപം മാറ്റണമെന്നുള്ളതാണോ വിഷയം? സമാധാനത്തോടെ ഇവിടെ ജീവിക്കണം എന്നുള്ളതാണോ വിഷയം? എൻ്റെ ആത്മാവ് സുഖമായും സന്തോഷത്തോടെയും ജീവിക്കണം എന്നുള്ളതാണോ വിഷയം? ഒരു സാക്ഷി ജീവിതം ഇവിടെ വേണമെന്നുള്ളതാണോ ലക്ഷ്യം? അല്ല, എനിക്ക് ദൈവത്തോടൊരു ബന്ധം വേണം, അതിശനായ ദൈവത്തെ എനിക്കറിയാൻ പാടില്ല, പക്ഷേ ആത്മാവിൽ എനിക്ക് ആ ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. ആത്മാവിനെ കണ്ണു തുറന്ന് ദൈവത്തെ കാണാൻ പറ്റും. ആ ദൈവത്തിൻ്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ആ സ്നേഹവും സമാധാനവും സന്തോഷവും ആശ്വാസവും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ ലോകം തരുന്ന സമാധാനമല്ല അത്, ഈ ലോകം തരുന്ന സന്തോഷമല്ല അത്. അലൗകികമായ സമാധാനവും സന്തോഷവും. ഈ ലോകത്തിൽ എന്തെല്ലാം പ്രശ്നം വന്നാലും, ഈ ലോകത്തിൽ എന്തെല്ലാം ദുഃഖകരമായ കാര്യങ്ങൾ വന്നാലും അതൊന്നും മനുഷ്യൻ്റെ ആത്മാവിനെ ബാധിക്കാതെ വണ്ണം അവനെ സമാധാനത്തോടെ കൈവെള്ളയിൽ പൊക്കിക്കൊണ്ട് നടക്കുന്ന സുന്ദരമായൊരു ജീവിതമുണ്ട്. എത്ര പേർ അനുഭവിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. എന്നാൽ കൂട്ടായ്മയിൽ വന്നിട്ടും വചനം കേട്ടിട്ടും ദൈവാത്മാവ് വ്യാപരിച്ചിട്ടും ഇവൻ്റെ ഉള്ളിൽ പിശാചിനോടവൻ യാത്ര പറഞ്ഞില്ല. അവൻ്റെ പാപം എന്തൊക്കെയാണെന്ന് അവൻ കണ്ടുപിടിച്ചില്ല. അവൻ്റെ പാപത്തോടവൻ യാത്ര പറഞ്ഞിട്ടില്ല. ഈ കാര്യത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനാണ് ഒരു ഭാര്യയെ തന്നത്. ഭർത്താവിന് തെറ്റുപറ്റിയാലും ഭാര്യയ്ക്ക് ചൂണ്ടിക്കാണിക്കാമായിരുന്നു. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് പിശാചിന് ഇടം കൊടുത്തു എന്നാണ് നമ്മുടെ കാണുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ, ഈ വ്യാജ പ്രവർത്തികൾ അവരറിഞ്ഞില്ല, വ്യാജമാണെന്ന് അറിഞ്ഞില്ല, ദൈവം ദുഃഖിക്കുന്നതാണെന്ന് അറിഞ്ഞില്ല, ദൈവം വേദനിക്കുന്നതാണെന്ന് അറിഞ്ഞില്ല, ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കെതിരായിട്ട് പിശാചിന് ഇടം കൊടുത്ത് ജീവിക്കാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. എന്തേ കാര്യം? അവർക്ക് ദൈവഭയമില്ലാതായിപ്പോയി. ഒന്നാമത്തെ കാര്യം, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ഹൃദയത്തിൻ്റെ വിചാരങ്ങളും ഈ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. 149 സങ്കീർത്തനം 51 സങ്കീർത്തനമൊക്കെ വായിച്ചാൽ അറിയാം, ഹൃദയം നോക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ പ്രവൃത്തിയല്ല, ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കുന്നൊരു ദൈവമുണ്ട്. ഹൃദയം കാണുന്നൊരു ദൈവമുണ്ട്. ശോധന ചെയ്യുന്നൊരു ദൈവമുണ്ട്. അകവും പുറവും കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മുമ്പിലാണ് ഞാൻ കടന്നു വന്നതെന്നുള്ള ബോധം അനന്യാസിനും സഫീറയ്ക്ക് ഇല്ലാണ്ടായിപ്പോയി. കൂട്ടായ്മയിൽ വന്നു, മനുഷ്യരെ കണ്ടു, ദൈവത്തെ കണ്ടില്ല. എൻ്റെ സൃഷ്ടാവിനെ കണ്ടില്ല. എനിക്ക് വേണ്ടി പടഞ്ഞു വരച്ച ക്രിസ്തുവിനെ കണ്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില മനസ്സിലാക്കിയില്ല. വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കണ്ടില്ല. എൻ്റെ ഹൃദയം കഴിവെടുപ്പാക്കാനുള്ള ആ നിർബന്ധം അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് വെറുതെ ഒന്ന് കൂട്ടായ്മ കൂടി നടക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കേമിയാണ് അല്ലെ കേമനാണെന്ന് കാണിക്കണം, ഞാനും കൂട്ടായ്മക്കാരെ പോലെ എല്ലാം വിറ്റ് പൈസ കൊണ്ട് കൊടുത്തു എന്ന് പറയിക്കണം. ഇതൊക്കെ ഉള്ളു പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സങ്കടം അതാണ്. രക്ഷയ്ക്ക് വേണ്ടി കൊടുത്ത കൂട്ടായ്മ, രക്ഷയ്ക്ക് വേണ്ടി കൊടുത്ത ദൈവവചന സൂക്ഷ എല്ലാം പാഴാക്കി കളഞ്ഞു. എന്താണ് കാര്യം? ദൈവഭയമില്ലാതായിപ്പോയി. ഇന്ന് അനേകർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. എന്തും പറയാം, എന്തും ചിന്തിക്കാം, എങ്ങനെയും ജീവിക്കാം, കൂട്ടായ്മയിൽ വരാം. ഇന്ന് അനേകരുടെ ഒരു ചിന്താഗതിയാണ്. പഴയതുപോലെ തന്നെ ജീവിക്കാം, വലിയ മാറ്റമൊന്നും വേണ്ട, കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട, ഒന്ന് ദൈവസ്ഥനെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കൊന്നും വേണ്ട, ആത്മാവിന് വേണ്ടി കാത്തിരിക്കണ്ട, സുഖമായ ജീവിതമായ കൂട്ടായ്മ കൂടി അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ. പാപം കിടക്കുന്നു, ദൈവഭയമില്ലാണ്ടായിപ്പോയി. രണ്ടാമത്തെ കാര്യം, ദ്രവ്യാഗ്രഹം പച്ച പിടിച്ച് രണ്ടുപേരിലും. ലോകം, പണം, അതിൻ്റെ ആകർഷണ വലയതായിപ്പോയി ഈ പാവപ്പെട്ട ദൈവവേദങ്ങൾ. അവർ കൂട്ടായ്മയിൽ വന്നു, പക്ഷേ ദ്രവ്യാഗ്രഹം മാറിയില്ല. ഞാൻ നിരന്തരം പറയും, പാപത്തെക്കുറിച്ച് പറയും. എന്തുകൊണ്ടാണ്? പാപം നിന്നാൽ ഇത്തിക്കണ്ണി പോലാ, അത് ക്യാൻസർ പോലാ. ഇന്ന് കുഴപ്പമില്ലായിരിക്കും, നാളെ നിന്നെ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകും, നാളെ നിന്നെ ന്യായവിധിയിലേക്ക് കൊണ്ടുപോകും, നാളെ നിന്നെ നരകത്തിയിലേക്ക് കൊണ്ടുപോകും, നാളെ നീ പിശാചിൻ്റെ ചങ്ങലയിലേക്ക് പോകേണ്ടി വരും. ഇന്ന് ഈ നല്ല കാലത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് പിശാചിൻ്റെ അവകാശത്തോട് യാത്ര പറയാൻ നിനക്കൊരു നല്ല കാലം ദൈവം തന്നിരിക്കുകയാണ്.
സഹോദര, എന്തിനാണ് ആയുസ് നീട്ടി തന്നിരിക്കുന്നത്? എന്തിനാണ് നിനക്ക് സൗഭാഗ്യമായ കുടുംബജീവൻ തന്നത്? എന്തിനാണ് നീ ആവശ്യപ്പെട്ട ഒരു വാഹനവും നിനക്കൊരു വീടും മക്കളും ഒക്കെ തന്ന? എന്തിനാണ്? ശുദ്ധീകരണത്തിന് വേണ്ടി മാത്രമാണ്. നിന്റെ ഹൃദയം കഴുകൽ പ്രാപിക്കാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ കാര്യം, അവൻ ദൈവമക്കളുടെ മുമ്പിൽ നല്ലതാകാൻ ശ്രമിച്ചു. ദൈവഭയമില്ല, ദ്രവ്യാഗ്രഹമുണ്ട്. പക്ഷേ ദൈവം കൂട്ടായ്മയുള്ള ദൈവമക്കളുടെ മുമ്പിൽ ഒരു മാന്യത വേണം. ഞാനും എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുന്നു ഇല്ലേ? എന്നാലോചിച്ച് നോക്കിയേ. തമ്മിൽ ബഹുമാനം ഇച്ഛിച്ചുകൊണ്ട് ദൈവത്തിനുള്ള ബഹുമാനം ആഗ്രഹിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിലുള്ള മാന്യതയാണ് ആഗ്രഹം. ദൈവം എന്നെ എങ്ങനെ കാണുന്നു? ദൈവം എന്നിൽ പ്രസാദിക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്നുള്ള നിർബന്ധമില്ലാതെ മനുഷ്യരുടെ മാനം ആഗ്രഹിച്ചു. നാലാമത്തെ കാര്യം, എല്ലാം വിട്ടാൽ മനോഹരമായി നടത്തുമെന്ന് വിശ്വസിച്ചില്ല. ദൈവസന്നിധിയിലേക്ക് എന്തെങ്കിലും കാര്യം എടുത്തു കഴിഞ്ഞാൽ 100 മടങ്ങ് തരുമെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്. അല്ലാതെ കിട്ടിയില്ലേലും സമാധാനമായി സന്തോഷമായി ഒരു ബന്ധനവുമില്ലാതെ സുഖമായി കരം പിടിച്ച് നടത്തുന്ന ഒരു വഴിയുണ്ടെന്ന് അനേകർ മനസ്സിലാക്കുന്നില്ല. എന്തെല്ലാം വിട്ടാലും, ദൈവം ആവശ്യപ്പെടുന്നതെല്ലാം വിട്ടാലും സുന്ദരമായി നടത്താൻ ദൈവത്തിന് കഴിയും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, ധനവാൻ്റെ ലാസറിൻ്റെ സംഭവതയ്ക്കകത്ത് ലാസറിന് എന്നാ ഉള്ളത്? എൻ്റെ ഹൃദയത്തിന് അതങ്ങോട്ട് മാറുന്നില്ല. ലാസറിന് എന്താ ഉണ്ടായിരുന്നത്? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എത്ര സമാധാനമായി അവൻ ഭൂമിയിൽ ജീവിച്ചു. അവൻ്റെ മരണക്കിടക്കയിൽ നിന്ന് ദൂതന്മാർ അവനെ കൂട്ടിക്കൊണ്ടുപോയി. എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. ദൈവമേ, ഇതാണല്ലോ വഴി. ഇങ്ങനെയൊരു വഴിയുണ്ടല്ലോ. ഒന്നുമില്ലെങ്കിലും സമാധാനം, രോഗമാണെങ്കിലും സമാധാനം, പട്ടി നക്കുന്ന അവസ്ഥയാണെങ്കിലും സമാധാനം, വസ്ത്രമില്ലെങ്കിലും സമാധാനം, വീടില്ലെങ്കിലും സമാധാനം, എച്ചിൽ നിന്നും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. സ്തോത്രം. ഒന്നുമില്ലെങ്കിലും നിത്യസൗഭാഗ്യത്തിലേക്ക് അവൻ കടന്നില്ലേ പ്രിയപ്പെട്ടവരെ? എന്തിനു വിലപിക്കണം? എന്തിനു പരാതിപ്പെടണം? എന്തിന് സങ്കടപ്പെടണം? എന്തിന് നശിച്ചുപോകുന്ന ഈ പണത്തിൻ്റെ പിന്നാലെ പോകണം? എന്തിന് മനുഷ്യമാനം നമുക്ക് വേണം? എന്നെ സ്നേഹിക്കുന്ന കരുതുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എല്ലാം ആയില്ലേ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് സ്തയം. ദൈവം വെറുക്കുന്ന പാപമാണ് ഈ വ്യാജം ഭോഷ്കെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. വ്യാജം അത് പിശാചിൻ്റെയാണ്. തന്ത്രത്തിൽ മനുഷ്യനെ അവൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വ്യാജം പ്രയോഗിക്കുന്നു. തെറ്റായ കാര്യം നല്ലതാണെന്നുള്ള വ്യാജേനെ കൊണ്ടുവന്ന് ഹവ്വയെ ചതിച്ചു. ഹവ്വ പാവം, ഒരു കുഴപ്പമില്ലായിരുന്ന സ്ത്രീയാണ്. എന്നാൽ അവൾക്ക് പ്രതീക്ഷ കൊടുത്തു, മോഹനമായ പ്രതീക്ഷകൾ കൊടുത്തു, ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ കൊടുത്തു, ദൈവത്തിൻ്റെ വചനത്തെ കൂട്ടിമാറ്റി കൊടുത്തു. അവൾക്ക് ലോകപ്രകാരമുള്ള ആ സൗഭാഗ്യങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുത്തവളെ വശീകരിച്ചു. സാത്താൻ തന്ത്രത്തിൽ, അവന് ഉപായത്താൽ എല്ലാവരും ചതിക്കുമ്പോൾ, സഹോദര, നീ ആ കെണിക്കകത്ത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ ഓർക്കണം, അവൾ വ്യാജത്തെ വലിയ കാര്യമാണെന്ന്, അത് വ്യാജമാണെന്ന് പോലും ചിന്തിച്ചില്ല. മനുഷ്യരെ കണ്ടു, ദൈവത്തെ കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് ചാൻസ് അവിടെ കിട്ടിയില്ലെന്ന് ഓർക്കണം. സെക്കൻഡ് ചാൻസ് കിട്ടിയില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് തെറ്റ് വരുമ്പോൾ ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ, കർത്താവ് ക്ഷമിക്കുമെന്നൊക്കെ പറയുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല പ്രിയരെ. ഒരു പാപം വരുമ്പോൾ ദൈവസ്നേഹം കരയുകയാണ്, ദൈവസ്നേഹം മുറിപ്പെടുകയാണ്, യേശുവിൻ്റെ രക്തം ഇവിടെ വ്യാപരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നീ പാവം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരെയും ദൈവം കുറുകലോടെ അവിടെ മാറി നിൽക്കുകയാണ്. അവൻ്റെ രക്തം പൊഞ്ഞിട്ട് വേണം നിനക്ക് ആ പാപത്തിന് ക്ഷമ കിട്ടുവാൻ. അല്ല പ്രിയരെ, അവൻ അതിലും സമാധാനിക്കത്തില്ല. കർത്താവേ, ഇനിമേലാതെ എൻ്റെ ജീവിതത്തിൽ വരിയില്ലെന്നുള്ള തീരുമാനം വരുന്നവരെയും അവൻ്റെ ഹൃദയം ശാന്തമാകില്ല. അവൻ്റെ പരിശുദ്ധാത്മാവിനെ കെഞ്ചി യാചിക്കുന്നവരെയും അവന് സ്വസ്ഥത കിട്ടുകയില്ല. ഈ മകൻ പിന്നെയും പുറകോട്ട് പോകുമല്ലോ എന്നുള്ള പേടി യേശുവിനുണ്ട്. എന്നാൽ അത് വരാതിരിക്കാൻ വേണ്ടി ഇനി ഞാൻ പാപം ചെയ്യില്ലെന്നും, കർത്താവേ, നിൻ്റെ ആത്മാവിനെ എനിക്ക് തരണമേ, നീ എൻ്റെ കരം പിടിക്കണമേ, എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കണമേ, വികാരത്തെ നിയന്ത്രിക്കണമേ, ആഗ്രഹത്തെ നിയന്ത്രിക്കണമേ, ഈ പാപം അല്പം പോലും ഇനി വരാതെ വേണം എൻ്റെ ഹൃദയത്തെ അവിടുന്ന് വെടിപ്പാക്കി തരണം എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോഴാണ് ദൈവത്തിന് ആശ്വാസം കിട്ടുന്നത്. ദൈവത്തിന് ആശ്വാസമൊന്നും ആർക്കൊരു വിഷയമായിരുന്നില്ല. അവിടെ മരണം സംഭവിക്കുന്നു, 2 പേരും മരിക്കുന്നു. എത്ര ദാരുണമായ സങ്കടം! രക്ഷകനെ കണ്ടിട്ടും കൂട്ടായ്മയിൽ വന്നിട്ടും ദൈവത്തിൻ്റെ മനോഹരമായ വചനം കേട്ടിട്ടും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിൻ്റെ കുടക്കിൽ ഇരുന്നിട്ടും ഇതാ അവിടെ മരണം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം തൻ്റെ കൈകൊണ്ട് മെനഞ്ഞ തൻ്റെ സ്വരൂപം കൊടുത്ത് തൻ്റെ ആത്മാവിനെ പകർന്നു കൊടുത്ത് അവൻ സൃഷ്ടിച്ച ഈ ഭൂമിയിലെ സാക്ഷ്യത്തോടെ ജീവിക്കാൻ ഓരോരുത്തരെയും നമ്മളെ ഏൽപ്പിക്കുന്നു. പക്ഷേ പിശാചിൻ്റെ കെണിയിൽ അനേകർ പെട്ടുപോവുകയാണ്. പിശാചിൻ്റെ കെണിയിലേക്ക് ചെന്നിട്ട് അവൻ പിശാചിൻ്റെ ഏജൻ്റായി നിന്നുകൊണ്ട്
ദൈവമക്കൾക്കും കൂട്ടായ്മയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് പ്രേരണ കൊടുക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ പിശാച് വസിക്കുകയാണെങ്കിൽ നാം ദൈവത്തിന് എതിരാണെന്ന് മനസ്സിലാക്കണം. നാം പിശാചിൻ്റെ ഏജൻ്റാണെന്ന് മനസ്സിലാക്കണം. നരകത്തിലേക്ക് അനേകരെ വലിച്ചുകൊണ്ട് പോകുന്ന ഏജൻ്റെ നമ്മൾ കഴിയുകയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണേ. എന്നാൽ മനുഷ്യൻ അതിൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആ വീണ്ടെടുപ്പിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മരണം ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കാതെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചൂട്ടിലേക്ക് ചെല്ലാതെ, പാപങ്ങൾ ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ പല പാപങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. എല്ലാം കഴുകുന്ന ഒരു നല്ല സ്ഥലമുണ്ട് ക്രൂശിൻ ചുവട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദിവസേന കേൾക്കുന്നതാണ് ഈ ക്രൂശിനെക്കുറിച്ച്. ക്രൂശിൻ ചൂട്ടിൽ നിങ്ങൾ ചെന്നിട്ടുണ്ടോ? യേശുവിൻ്റെ കാൽപാദത്തിൽ നിങ്ങൾ അഭയം ചെന്നിട്ടുണ്ടോ? നിങ്ങളുടെ സകല പാപ ചുമടുകൾ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ കരത്തിൻ്റെ സ്പർശം നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടോ? ആ പരിശുദ്ധ രക്തം ഏറ്റുപറഞ്ഞ പാപങ്ങൾ മുഴുവൻ കഴുകി തന്നിട്ടുണ്ടോ? ഇതാണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. സ്തോത്രം. എൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് അതിയായ വേദനയുണ്ട്. എൻ്റെ ദൈവത്തെ ദുഃഖിപ്പിച്ചു പോയ കാലങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. എത്ര അഗാധമായ കുഴിയിലാണ് ഞാൻ കിടന്നിരുന്നത്. എനിക്കൊരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ രക്ഷകനെ കണ്ടെത്തുമെന്ന്. ഇങ്ങനെ സ്നേഹമുള്ളൊരു ദൈവമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു ദൈവത്തിന് എങ്ങനെ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ച മനുഷ്യനാണ്. എന്നെ സ്നേഹിച്ചു, എന്നെ മാനിച്ചു, എന്നെ ആദരിച്ചു, എന്നെ ബഹുമാനിച്ചു. എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കില്ല, നിന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്കെൻ്റെ കഴിഞ്ഞ കാലങ്ങളായിരുന്നു ഏറ്റവും വലിയ വിഷയം. ഞാൻ തെറ്റിപ്പോയ കാലങ്ങൾ, മറന്നുപോയ കാലങ്ങൾ, ദൈവത്തെ ദുഃഖിപ്പിച്ചു പോയ കാലങ്ങൾ ആരോട് പറയും? ആരിത് ക്ഷമിച്ചു തരും? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ കാലങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചെന്ന് മകനെ. ഞാനൊന്നും കണക്കിടുന്ന മനുഷ്യനല്ല. ഇനി നീ എന്ത്? നിനക്കെന്താ പറയാനുള്ളത്? അതാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, കർത്താവേ, നീ ഒരിക്കലും പഴയതുണ്ടാവില്ല. സ്തോത്രം. ഒരു വാക്ക് പറഞ്ഞെല്ലാം ശരിയാവുമോ? ആ വാക്കിനെ മാനിച്ച ദൈവം എനിക്ക് കുറവ് വന്നു. നീണ്ട കാലങ്ങളിങ്ങനെ പോവുകയാണ്. ശുദ്ധീകരണം ഞാൻ മറന്നില്ല. ശുദ്ധീകരണത്തിൻ്റെ കാര്യം ഞാൻ മറന്നില്ല. എൻ്റെ പാപങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എനിക്കറിയാമായിരുന്നു. അതിൻ്റെ വേരുകളകത്തുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അവസരം വരുമ്പോൾ ഇതെല്ലാം പൊങ്ങുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ നാളുകളിൽ നിന്ന് കരഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം മുഖം തന്നില്ല എന്നൊന്നും. ദൈവം മാറി നിന്നു. ദൈവസാന്നിധ്യം എനിക്കുണ്ടായിരുന്നില്ല. ദൈവൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു. സങ്കടത്തിലും വ്യഥയിലും കഴിഞ്ഞൊരു കാലം എനിക്കുണ്ട്. നീണ്ട കാലങ്ങൾ എനിക്കുണ്ട്. ഞാൻ മടുത്തില്ല. സ്തോത്രം. കാരണം വേറെ വഴിയില്ലായിരുന്നു. വേറെ എങ്ങോട്ട് പോകും? ഈ സത്യം ഞാൻ അറിഞ്ഞുപോയി. യേശുക്രിസ്തുവിൻ്റെ ആദ്യ സ്നേഹം ഞാൻ അനുഭവിച്ചു പോയി. പാപമില്ലാത്തൊരു ജീവിതത്തിൻ്റെ സുഗന്ധം ഞാൻ ആസ്വദിച്ചവനാണ്. ഞാൻ പറന്ന് നടന്നവനാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് പറഞ്ഞതുപോലെ, ഹേ പാപമേ, എവിടെ നിന്റെ ശക്തിയെന്ന് ഞാൻ പറഞ്ഞവനാണ്. ഞാൻ സാക്ഷ്യം പറഞ്ഞവനാണ്. എൻ്റെ ദൈവൻ്റെ ബന്ധനം അഴിച്ചു എന്ന് ഞാൻ പറഞ്ഞവനാണ്. കർത്താവിൻ്റെ രോഗസൗഖ്യം തന്നു എന്ന് ഞാൻ പറഞ്ഞവനാണ്. എന്നെ കാത്തു ഒരുപാട് ഒരു ദൈവമുണ്ടെന്ന് ഞാൻ പറഞ്ഞവനാണ്. എനിക്കത് മാറ്റാൻ പറ്റുമോ? എന്തു വില കൊടുക്കേണ്ടി വന്നാലും ശരി, ഇനിയും പുറകോട്ടില്ല. ഞാൻ തീരുമാനമെടുത്ത് ഓർക്കുന്നുണ്ട്. ഞാൻ വേറെ ആരെയും നോക്കാറില്ല. ആരെന്തേ പറയുന്നുള്ളൂ ഞാൻ ചിന്തിക്കാറുമില്ല. എനിക്ക് പാപമുണ്ടോ? എനിക്ക് എവിടെയാണ് തിരുത്തേണ്ടത്? എല്ലാം ഞാൻ കേൾക്കും. സ്വീകരിക്കേണ്ടത് സ്വീകരിക്കും. സ്വീകരിക്കാൻ പറ്റാത്തത് സ്വീകരിക്കത്തുമില്ല. അത് വേറെ വിഷയം. എൻ്റെ ദൈവത്തോടാണ് എനിക്ക് കടപ്പാട്. എന്നെ സ്വാധീനിക്കാൻ അനേകർ വന്നിട്ടുണ്ട്. എന്നെ വഴിതെറ്റിക്കാൻ അനേകർ വന്നിട്ടുണ്ട്. ഇല്ല, ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. അത് ആരായാലും ശരി. തെറ്റുണ്ടോ? എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ ഇരിക്കും. കർത്താവേ, ഇത് തെറ്റാണെന്ന് പറഞ്ഞതിനകത്ത് എന്താണ് ശരി? നീ എങ്ങനെ കാണുന്നു? തെറ്റാണ്, ഞാൻ തിരുത്തിക്കൊള്ളാം. ആത്മാവ് നയിക്കുന്ന പോലെ ഞാൻ നടന്നാറുമുണ്ട്. തെറ്റിനെ തെറ്റായിട്ട് തന്നെ ഞാൻ കാണാറുമുണ്ട്. തെറ്റിനോട് ഞാൻ യാത്ര പറയാറുമുണ്ട്. തെറ്റ് മേലിൽ വരാതിരിക്കാൻ ആത്മാവിനെ ചോദിക്കാറുമുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണത്തിൻ്റെ വഴി സുഗമമായി തന്നെ പോകാൻ ഞാൻ കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് എന്താണ് നാം വ്യക്തമായി കാണുക? പിശാച് കൈവശമാക്കിയെന്നാണ് പറയുന്നത് ഹൃദയം. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. പിശാച് തൻ്റെ സ്വന്തം എന്നുള്ള ലേബലം കുട്ടിച്ചു. ഒരു സമയത്തിനുള്ളിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൂട്ടായ്മയിൽ വന്നിട്ട് വചനം കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ മതിയായ മാറ്റം വരുത്തുന്നില്ലെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് നാം അടുക്കുന്നില്ലെങ്കിൽ, ശുദ്ധീകരണം നാം പ്രാപിക്കുന്നില്ലെങ്കിൽ സാത്താൻ കൈവശമാക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അവന് ഒരു കാര്യപരിപാടിയുണ്ട്. അവനെ ഒരാൾ കൈ കെട്ടിക്കഴിഞ്ഞാൽ അവൻ വിട്ടുപോകാൻ പിന്നെ സമ്മതിക്കത്തില്ല. ബന്ധനം മുറുകാന്ന് വേറെ ഒരു വാക്യമുണ്ട്. ബന്ധനം മുറുക്കിക്കളയും, വരിഞ്ഞ് കെട്ടിക്കളയും. പെരുമ്പാമ്പ് നമുക്കറിയാം. ഒരു മൃഗത്തെ പിടിച്ചു കഴിയുമ്പോൾ അത് ആദ്യം ചെയ്യുന്ന ചുറ്റി വരിയും അതിനെ ശ്വാസം മുട്ടി ഞാൻ കൊല്ലുക.
പിന്നെ രക്ഷപ്പെടാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞതുപോലെ പിശാച് ഒരു മനുഷ്യനെ വരിഞ്ഞ് മുറുക്കുന്ന ഒരു കാലമുണ്ട്. ദൈവം തള്ളിക്കളയുന്ന ഒരു കാലമുണ്ട്. ദൈവം ഉപേക്ഷിക്കുന്ന ഒരു കാലമുണ്ട്. എന്താ കാര്യം? വചനം കൊടുത്തിട്ടും ആത്മാവിനെ പറഞ്ഞിട്ടും ആദ്യ സ്നേഹം കൊടുത്തിട്ടും അവൻ പാപത്തോടുള്ള താല്പര്യം വിടുന്നില്ല. അവൻ്റെ ഹൃദയം പാപത്തെ രസിക്കുന്നു. ഊറി രസവത്ത് കിടക്കുന്നു. വാഗുണ്ട പാപം ഉപേക്ഷിക്കുന്നൊക്കെ പറയുമെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഊറി രസം വരുന്നു. നമുക്കറിയാം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിനകത്ത് പാപത്തോടുള്ള രസം എവിടെ കിടക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു മനുഷ്യനും കാണില്ല, ഒരു മനുഷ്യനും അറിയില്ല. ദൈവം എല്ലാം കാണുന്നുണ്ട്. ഞാൻ അപ്പം തന്നെ മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവേ, ഇപ്പോഴും ഈ പാപത്തിൻ്റെ ഊറി രസം അകത്ത് കിടപ്പുണ്ടല്ലോ, ഇതെന്നെ കൊല്ലുമല്ലോ കർത്താവേ, ഇതെൻ്റെ ഹൃദയത്തിൽ മാറ്റിത്തരണമേ, എന്നേക്കുമായി ഇത് മാറ്റിത്തരണമേ എന്നുള്ള നിലവിളിയുണ്ടോ? ഇവിടെയാണ് അനേകർ തോറ്റുപോകുന്നത്. ഒരു കൃപ കിട്ടി അതിലങ്ങ് പോവുകയാണ്. പാപടയ്ക്ക് വരുന്നുണ്ടോ? സാരമില്ലം ചിന്തിക്കുക. മനുഷ്യനല്ലേ, ബലഹീനല്ലേ, ഇതൊക്കെ വരും. ഏറ്റു പറഞ്ഞാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റു പറഞ്ഞാൽ ഒന്നും പോകുന്നതല്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ദാവീദ് ജനത്തെ എണ്ണി. വചനവിരുദ്ധമാണ്, വലിയ പാപമാണ് വന്നത്. ദാവീദ് തെറ്റു മനസ്സിലായി. ദൈവം മൂന്ന് വഴി പറഞ്ഞു കൊടുത്തു. ദാവീദ് ഒരു വഴി തിരഞ്ഞെടുത്തു. 70,000 ഇസ്രായേൽ ജനങ്ങളാണ് അന്ന് കൊല്ലപ്പെട്ടു പോയത്. ആ സംഹാരത്തിൽ ദാവീദ് കിടന്ന് നിലവിളിച്ചു. ദാവീദ് പാപം ഏറ്റു പറഞ്ഞു. ഇല്ല, അതുകൊണ്ടൊന്നും കാര്യം തീരില്ല. അതാ ഗാദ് പ്രവാചകനോട് പറഞ്ഞു, ദാവീദിനോട് പറ, നീ യാഗം കഴിക്കാൻ. പാപം ഏറ്റു പറഞ്ഞാൽ പോവില്ലേ? എൻ്റെ പ്രിയരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ദാവീദിനോട് പറഞ്ഞു യാഗം കഴിക്കാൻ പറഞ്ഞു. ഒർന്നാൻ്റെ കളത്തിൽ യാഗം കഴിച്ച് പാപമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം വീണിട്ടാണ് ദൈവകോപം മാറിയത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിന് ചൂട്ടിൽ ചെന്ന് ദൈവം വേദനിച്ച വേദന നീ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തോട് ഹൃദയംഗമായി നീ പറയണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവേ, ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയി, സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ, മേലിൽ ആവർത്തിക്കില്ലെന്ന് ദൈവത്തിന് ഉടമ്പടി കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ജീവിതം കാത്തുവെക്കുന്നവർക്ക് മാത്രമുള്ളതാണ് പാപക്ഷമ. ചുമ്മാ നേരിട്ട് പറഞ്ഞാൽ ക്ഷമിക്കുന്നൊക്കെ പറയുന്നത് വൃഥാ പറയുന്നതാണ്. പാപത്തെ ഗൗരവമായി കാണുന്ന ദൈവത്തിന് മുമ്പിൽ ഇന്നും പാപം ഏറ്റു പറഞ്ഞു, നാളും പാപം ഏറ്റു പറഞ്ഞ ജീവിതമൊന്നും അല്ല ക്രിസ്ത്യ ജീവിതം. ഇന്ന് ഏറ്റു പറഞ്ഞ പാപം നാളെ വരാൻ പാടില്ല. അതിന് ദൈവസന്നിധിയിൽ ചില വ്യവസ്ഥകളുണ്ട്. അത് നീ ചെയ്തേ പറ്റുള്ളൂ. ദൈവം നിന്നെ മാനിക്കണമെങ്കിൽ നിന്റെ ആത്മാർത്ഥ ദൈവം നോക്കും. അവൻ പാപത്തെ വെറുക്കുന്നുണ്ടോ? അവൻ്റെ സ്നേഹം എന്നോടാണോ? അവൻ്റെ ഹൃദയം വിശുദ്ധമാക്കാൻ അവൻ എത്രമാത്രം താല്പര്യമുണ്ട്? അവനെ സ്വർഗരാജ്യത്തിൽ പോകണമെന്ന് ആഗ്രഹമാണോ? ഈ ലോകത്തിലെ പല വിഷയങ്ങൾ കാണുമ്പോൾ അതിലേക്കാണോ ഹൃദയം പോകുന്നത്? അത് അവനൊരു ഏകാഗ്ര ഹൃദയം അവൻ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു നിഷ്കളങ്ക ഹൃദയം അവനുണ്ടോ? വിട്ടുപിരിയാത്തൊരു സ്നേഹബന്ധത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ടോ? എന്നെ അവൻ മാനിക്കുന്നുണ്ടോ? ദൈവം നോക്കുന്ന അതാണ്. ഹൃദയത്തിൻ്റെ ഉള്ളത്തിലേക്ക് ദൈവം നോക്കുമ്പോൾ അവിടെ പിശാചിന് അവകാശം കൊടുക്കുന്ന കാര്യമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മരിക്കുന്നവരെ ഇങ്ങനെ ജീവിക്കും. മരിക്കാൻ നേരം എങ്ങോട്ടാണ് പോകുന്നത് നീ ചിന്തിക്കേണ്ടി വരും. അതിനു മുമ്പ് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഒരു മരണത്തിനെ ഫേസ് ചെയ്യേണ്ട നമ്മളെല്ലാവരും ഇന്നോ നാളെയോ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമോ? ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതി ചേർത്തിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്താണ് പ്രിയരെ? പാപത്തോട് ചായ്വുള്ളത് കൊണ്ടാണ് അവനെ പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമുക്ക് ചിന്തകൾ വരുന്നു. എന്തേ കാര്യം? ആ കാര്യങ്ങൾ നമുക്ക് താല്പര്യമുള്ള വിഷയമാണ്. ആ വിഷയത്തോടെ നമ്മൾ യാത്ര പറഞ്ഞിട്ടില്ല. നമുക്ക് താല്പര്യമുള്ള വിഷയത്തിൽ മാത്രമേ പിശാച് നമ്മളെ പരീക്ഷിക്കുകയുള്ളൂ. നമുക്ക് താല്പര്യമില്ലാത്ത വിഷയത്തിൽ ഒരിക്കലും പിശാച് നമ്മളെ പരീക്ഷിക്കാൻ വരില്ല. കാരണം അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മൾ ബലഹീനതയെ എവിടെയാണെന്ന് അവന് നന്നായിട്ട് അറിയാം. നമ്മളെ വീഴിക്കാൻ പറ്റുന്ന എവിടെയാണെന്ന് അവന് നന്നായിട്ട് അറിയാം. ആ വിഷയമായിട്ട് അവൻ ഇവിടെ വരും. അവിടെയാണ് നിൻ്റെ സംഹാരം നിനക്കെതിരെ കടന്നു വരുന്നു. നിൻ്റെ കോട്ട കാത്തുകൊള്ളുക. നിൻ്റെ അന്യായ ബന്ധനങ്ങൾ നീ അഴിക്കാന്ന് പറഞ്ഞാൽ അവിടെയാണ്. എൻ്റെ ബലഹീനത ഞാൻ അറിയണം. പിശാചിനറിയാം. ഞാൻ അറിഞ്ഞ് ആ ബലഹീനത മാറ്റി എന്നെ കോട്ട കെട്ടി സൂക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ ചെല്ലണം. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ആത്മാവ് വ്യാപരിക്കുന്നത്. അവിടെയാണ് രക്തം തളിക്കപ്പെടുന്നത്. അവിടെയാണ് ബന്ധനം അഴുകുന്നത്. ഈ അഴിയുന്നത് അല്ലെങ്കിൽ ബന്ധനം മുറുകിപ്പോവും. അനേകയുടെ ബന്ധനങ്ങൾ മുറുകയാണ്. അവരറിയാതെ തന്നെ അവരെ ന്യായവിധിയിലേക്ക് പോവുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവം ദുഃഖിക്കുന്നു, ദൈവം കരയുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കരുത്. ഈ വചനസൂക്ഷയും ഈ വചനങ്ങളെല്ലാം ഇതിനെന്നറിയാമോ? നമ്മൾ ദൈവത്തോടുള്ള കൂറ് നമ്മളെ കൂടുതലായിട്ട് അനുഭവിക്കാൻ വേണ്ടിയാണ്, ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ്.
നമ്മളുടെ ശത്രു അവകാശം പറയുന്ന പാപമുണ്ടെങ്കിലും നമ്മുടെ ആത്മാവിൻ്റെ കണ്ണു പുറത്ത് നമ്മളത് കണ്ടേ പറ്റുള്ളൂ. പിശാച് നമ്മളെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ. നമുക്കിഷ്ടമില്ലാത്തടത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ അറിയണം പ്രിയരെ. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാലും പാപം വരുമ്പോൾ നമ്മൾ വീഴാറില്ലേ? പാടില്ല പ്രിയരെ, വീഴാൻ പാടില്ല. ബലപ്പെടുത്തുന്ന ഒരു ക്രൂശൻ ചൂടുണ്ട്, കഴുകിത്തരുന്ന ഒരു ക്രൂശൻ ചൂടുണ്ട്, നിൻ്റെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന യേശുവിൻ്റെ ക്രൂശൻ ചൂടുണ്ട്, ആത്മാവുണ്ട്, യേശുവിൻ്റെ രക്തമുണ്ട്, ദൈവസാന്നിധ്യമുണ്ട്. അവിടേക്ക് നീ കടന്നു ചെല്ലുക. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് എല്ലാം തുറന്ന് പറയാം. നിൻ്റെ ഹൃദയം നീ തുറക്ക്. സകല വ്യാജവും പോരട്ടെ, പോഷ്ക പോകട്ടെ, ലോകം പോകട്ടെ, എല്ലാ ജഡയിമ്പങ്ങളും മാറട്ടെ. ക്രിസ്തുവിനായിട്ട് ഹൃദയം വേർതിരിക്കുക, ജീവനം വേർതിരിക്കുക. അവൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, അവൻ്റെ രക്തം തളിക്കട്ടെ. എന്നേക്കും നിൻ്റെതായി ദൈവത്തിൻ്റെതായി തീരട്ടെ. ആത്മാവ് നിൻ്റെ മേൽ ഇടിച്ചിറങ്ങി വരട്ടെ. ആത്മാവ് നിൻ്റെ മേൽ അഭിഷേകം തരട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വ്യാപരിക്കട്ടെ, നിയന്ത്രിക്കട്ടെ. സമാധാനത്തോടെ നിത്യസൗഭാഗ്യത്തിലേക്ക് ഞാൻ ചേർക്കാനിട വരട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിട വരട്ടെ. ദൈവത്തിന് സ്തോത്രം.